ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ളയുടെ ഇനി അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് ലെബനനിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവാണ് ഇന്ന് ലെബനനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അജ്ഞാതരായ അക്രമികളാണ് ഇയാളെ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു വാഹനത്തിലെത്തിയ അക്രമികൾ 6 തവണ ഹമാദിക്ക് നേർക്ക് നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും അവിടെ വെച്ച് മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ ഹമാദി ആള് ചില്ലറക്കാരനല്ല. പതിറ്റാണ്ടുകളായി തീവ്രവാദ പ്രവർത്തനത്തിന്റെ ലെബനനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായിരുന്നു ഇയാൾ. പല ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ നേതാക്കളെ പോലെ തന്നെ ക്രൂരതയ്ക്ക് പേരുകേട്ട ഒരാൾ തന്നെയായിരുന്നു ഹമാദി. 1985 ഒരു ജർമ്മൻ വിമാനം 183ലധികം യാത്രക്കാരുമായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന സൂത്രധാരൻ ഇയാളായിരുന്നു. മാത്രമല്ല വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു അമേരിക്കൻ പൗരനെ അതിഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതും ഹമാദിയായിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ അമേരിക്ക മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതുമാണ്. അങ്ങനെയുള്ള ഹമാദിയാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം ഇയാളുടെ എന്തോ കുടുംബ വഴക്ക് സംബന്ധിച്ച പ്രശ്നമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നാണ്. അതിന് സാധ്യത വളരെ കുറവായിരിക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും.